അല്പം മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമില്ലേ, സർക്കാരിന് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന്. ഈ കഴിഞ്ഞ ദിവസമാണ് മൂന്നാറിൽ ഒരു സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു ഓട്ടോ ഡ്രൈവർ ആനാക്രമണത്തിൽ മരണപ്പെടുകയും അതിനെ തുടർന്ന് അവിടെ കൂടിയ സർവകക്ഷി യോഗവും ഉദ്യോഗസ്ഥ യോഗത്തിലൊക്കെ തീരുമാനിച്ചത്. ഒന്നാമത്തെ അവർ പറഞ്ഞത് RRT ശക്തിപ്പെടുത്തിയോ? അടുത്തത് കൂടുതൽ ലൈറ്റ്നിങ് സംവിധാനം ഏർപ്പെടുത്തിയോ? അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുമെന്ന് അങ്ങനെ നടത്തിയോ? അങ്ങനെ നടത്തിയെങ്കിൽ ഇന്ദിരാമ്മ മരിക്കില്ലായിരുന്നു. അടുത്ത് മുന്നറിയിപ്പ് സംവിധാനം ഫലപ്രദമാക്കുന്നു, ചെയ്തോ? ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുത്തില്ല, പരാജയപ്പെട്ടു. അടുത്ത് പോലീസും ഫോറസ്റ്റും സംയുക്തമായിട്ട് പട്രോളിംഗ് ശക്തമാക്കുന്നു. ഇതൊന്നും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇവരെല്ലാത്തിനും കാരണമായിട്ട് പറയുന്നത് കേന്ദ്ര നിയമവും 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് മാത്രം പറയുമ്പോൾ സംസ്ഥാന സർക്കാർ കേരളത്തിലെ മലയോര കർഷകർക്ക് മുമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഉറപ്പുകളാണിത്. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 48.5 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ച ഒരു സർക്കാർ, കഴിഞ്ഞ സാമ്പത്തിക വർഷവും 50-ലധികം കോടി രൂപ നീക്കിവെച്ച ഒരു സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പറയണ്ടേ? അതിന് അരുൺകുമാർ പറഞ്ഞ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളാണ് ഏറ്റവും തമാശകരം. അദ്ദേഹം പറയുന്നത് മരണത്തിന് ശേഷം നമ്മുടെ കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ മരണനിരക്കിൽ 8ാം സ്ഥാനത്തും 10ാം സ്ഥാനത്തുമാണ്. പുലി ആക്രമണത്തിൽ 2 പേരെ ഇവിടെ മരിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയാ. അതെങ്ങനെ അഭിമാനിക്കാൻ പറ്റുക? 2 പേരോ ഒരാളോ എത്രയോ ആയിക്കൊള്ളട്ടെ, മരണത്തിൽ നമ്മുടെ ആളുകളും പെടുന്നുണ്ടെങ്കിൽ അതൊരു സർക്കാരിന് വേണ്ടി ബാധിക്കുന്ന ആൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറയുന്നു. ഈ വർഷം ജനുവരി 8-ാം തീയതിയും 23-ാം തീയതിയും 26-ാം തീയതിയുമായിട്ട് ഇടുക്കി ജില്ലയിൽ മാത്രം മരണപ്പെട്ട 3 ആളുകൾക്ക് 50,000 രൂപയുടെ മാത്രമാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു 10 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിക്കുമെന്ന്. എങ്കിൽ അത് മേടിച്ചു കൊടുക്കാൻ പറ്റാത്തത് വനം വകുപ്പിന്റെയും സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് തന്നെയല്ലേ? ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തിനുള്ള കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത വനം വകുപ്പും സർക്കാരും പരാജയമാണെന്ന് ഞങ്ങൾ പറയുന്നു. അടുത്ത നിങ്ങൾ പറയുന്നത് ജീവികളെ കൊല്ലുന്നതിനെ കുറിച്ചിട്ടാണ്. ഞങ്ങൾ വന്യജീവികളെ കൊല്ലുന്നത് ലാസ്റ്റ് റിസോർട്ടാണ്, അത് അവസാന ശ്രമമാണ്. അതിനു മുമ്പ് നിങ്ങൾ കുറെ പ്രൊസീജിയേഴ്സ് പറഞ്ഞു. എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്? ജീവികളെ ആദ്യം ജീവനോടെ പിടിക്കാൻ പറ്റുമെന്ന് നോക്കും, അല്ലെങ്കിൽ മയക്ക് വെടി വെക്കാൻ പറ്റുമെന്ന് നോക്കും, അതിനുശേഷം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കാടിന്റെ ഉൾക്കാട്ടിലേക്ക് കടത്തിവിടാൻ പറ്റുമെന്ന് നോക്കും. ഇതൊക്കെ നിങ്ങൾ ചെയ്തോ? നിങ്ങൾ ജീവികളെ വെടിവെച്ച് കൊല്ലുന്നതിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അതിനു മുമ്പ് ചെയ്യേണ്ട 2ഉം 3ഉം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോ? ഒന്നും ചെയ്തില്ല. സംസ്ഥാന വനം വകുപ്പ് വനം മന്ത്രിയെ പോലെ തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മന്ത്രി ഓഫീസിൽ ഇരിക്കുകയാണ്. അടുത്ത നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ മരണപ്പെടുന്ന ആളുകളും ആ കുടുംബത്തോടും ഈ മലയോര മേഖലയിലെ കർഷകരോടൊക്കെ നിങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ്, നിങ്ങളുടെ സർക്കാരിന്റെ നയപരിപാടി, അതാണ് ഏറ്റവും മൃഗീയമായിട്ടുള്ളത്. ഈ വന്യജീവികൾ മനുഷ്യരെ കൊല്ലുന്നതിനേക്കാൾ വലിയ ഭയാനകമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയോ? മനുഷ്യമൃഗങ്ങളായിട്ടുള്ള ആളുകൾ സർക്കാരിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നതാ. ഇവിടെ വന്യജീവികൾ മനുഷ്യരെ കൊല്ലുമ്പോൾ അതിനോട് അനാസ്ഥ കാണിക്കുന്ന സർക്കാരിന്റെ ഉന്നത നേതൃത്വം മരപ്പട്ടി മൂത്രത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ഫണ്ട് അനുവദിക്കുന്നതിന്റെ തിരക്കില്ല. ഫെൻസിങ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റേ വലിയ കിടങ്ങുകൾ നിർമ്മിച്ചുകൊണ്ട് ആനയും മറ്റ് കാട്ടുജീവികളും മനുഷ്യവാസ മേഖലയിലേക്ക് വരാതിരിക്കുന്നത് തടയുന്നതിനായിട്ട് എന്ത് നടപടികൾ നിങ്ങൾ സ്വീകരിച്ചു? അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി അരുൺ ഒന്ന് പറയുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ താങ്കൾ പറഞ്ഞത് ഈ വന്യജീവി നിയമത്തിൽ കുറെ കാര്യങ്ങളുണ്ട് എന്ന്. ഈ മരണപ്പെട്ട ആളുകളുടെ വീടിന്റെ പടിക്കെ പോയി നിന്ന്, അല്ലെങ്കിൽ അവരുടെ കൃഷിഭൂമിയിൽ പോയി നിന്ന് CPM-ന്റെ നേതാക്കന്മാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഈ വന്യജീവി നിയമത്തെ കുറിച്ചിട്ടുള്ള ആ വകുപ്പുകളൊക്കെ ഉച്ചത്തിൽ വായിച്ചു കേൾപ്പിച്ചാൽ ആ മനുഷ്യർക്ക് ആശ്വാസം അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരമാകുമോ? നിങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ സംഭവിക്കുമ്പോൾ പറയും ഒറ്റപ്പെട്ട കാര്യമാണ്, അതിനെ പരിഹരിക്കുമെന്ന്. മന്ത്രിമാർ ഉറപ്പ് കൊടുത്തെന്ന് കാട്ടിലെ ജീവികൾക്ക്, വന്യജീവികൾക്ക് അറിയില്ലല്ലോ. മന്ത്രിമാർ പോയി മരണപ്പെട്ട ആളുകളുടെ വീട്ടിൽ പോയി ഉറപ്പ് കൊടുക്കുന്നു നാളെ ഇത് ആവർത്തിക്കില്ല എന്ന്. ഈ ഉറപ്പൊന്നും വന്യജീവികൾക്ക് അറിയില്ല. വന്യജീവികൾക്ക് ഇത് മനസ്സിലാകാത്തത് കൊണ്ട് വന്യജീവികൾ വരുന്നത് തടയാനുള്ള നടപടികൾ നിങ്ങൾ എന്ത് സ്വീകരിച്ചു? ഇനി അഥവാ മനുഷ്യവാസ മേഖലയിലേക്ക് ഇവർ കടന്നു വരുമ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം, അല്ലെങ്കിൽ കർഷകർക്ക് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് പാസ് ചെയ്തിട്ടുണ്ട്? ഇതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. ഇതൊന്നും നിങ്ങൾ ചെയ്യാതെ എല്ലാം കേന്ദ്ര നിയമത്തിന്റെ ഭാഗമാണെന്നും കേന്ദ്ര സർക്കാരാണ് ഇത് തീരുമാനമെടുക്കേണ്ടതെന്നും പറയുമ്പോൾ അതൊരു ഇരട്ടത്താപ്പ് നയമാണ്, വഞ്ചനാപരമായിട്ടുള്ള നിലപാടാണ്. അത് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അതിനോടൊപ്പം പറയേണ്ടത്, ഇത്തരം പ്രശ്നങ്ങളിൽ പ്രതിഷേധിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയവും മതവും ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഈ പ്രതിഷേധിക്കുന്ന ആളുകളുടെ പ്രതിഷേധത്തെ മനുഷ്യത്വപരമായിട്ടെങ്കിലും ഒന്ന് നേരിടാനായിട്ട്, അതിനെ അങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട്, ഒന്ന് സംസാരിക്കാനുള്ള ജനാധിപത്യ ബോധമെങ്കിലും ഈ സർക്കാരിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രി സഭയിലെ നേതാക്കന്മാർക്കും മുഖ്യമന്ത്രിക്കൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് കുറെ കൂടി ആശ്വാസപരമായിട്ടുള്ള ഒരു നടപടിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്ന ഷാനി. എനിക്ക് അദ്ദേഹത്തോട് വിയോജിപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടാവില്ലല്ലോ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വന്യമൃഗങ്ങൾക്ക്, കാട്ടുജന്തുക്കൾക്ക് കുടിവെള്ളം പോലും കിട്ടാത്ത സാഹചര്യമുണ്ടെന്ന്. കാട്ടുജന്തുക്കൾക്ക് മാത്രമല്ല, ഇന്ന് കേരളത്തിൽ സിദ്ധാർത്ഥനെ പോലുള്ള മനുഷ്യജീവികൾക്കും കുടിവെള്ളം കിട്ടാത്ത സാഹചര്യമുണ്ട്.
അപ്പോൾ കാട്ടുജന്തുക്കളുടെ കുടിവെള്ളം കിട്ടാത്തതിനെ കുറിച്ച് ആശങ്കപ്പെട്ട് അതിങ്ങോട്ട് കടന്നു വരുന്നതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ആള് ഇപ്പൊ ഇന്ദിരാമ്മ മരിച്ച സ്ഥലത്തെ കുറിച്ച് പറയുന്നത് അത്യപൂർവമായിട്ടുണ്ടായതെന്ന്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ആ പ്രദേശത്ത് ആന ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ശല്യമുണ്ടെന്ന് ആ കുടുംബനാഥൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു കൊലപാതകം നടക്കുന്നത്. പക്ഷെ അതിനു മുമ്പും അത്തരം സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്, കൃഷി നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും കാണാതെ പോയ അരുൺകുമാറിനെ പോലുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ വേണ്ടപ്പെട്ട കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുന്നു. നടപ്പാക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 27-ാം തീയതി നടന്ന ഇടുക്കി ജില്ലയിലെ ഉന്നതതല യോഗത്തിൽ പറഞ്ഞത് പോലീസും ഫോറസ്റ്റും സംയുക്തമായിട്ട് പെട്രോളിംഗ് നടത്തിയോ? അതിന്റെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ പറയണം. അടുത്തത് കോർ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് ചെയ്തിട്ടില്ല. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കമാൻഡ് കൺട്രോൾ സെന്റർ പ്രവർത്തിക്കുന്ന എവിടെയാ? ദേവികുളം സബ് കളക്ടർ ഓഫീസിൽ. അത് തുടങ്ങിയിട്ടുണ്ടോ? അത് എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഇനി അടുത്തത് പറയുന്നത് മൂന്നാറിലും ദേവികുളത്തും കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിക്കുന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇന്ദിര എന്ന് പറയുന്ന ഒരു വീട്ടമ്മ മരണപ്പെടുകയാണ്. നിങ്ങളുടെ കൺട്രോൾ റൂം പ്രവർത്തിച്ചത് ശരിയായ രീതിയിലല്ല എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? പിന്നെ ഇങ്ങനെ 100 കണക്കിന് കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ കേന്ദ്ര നിയമത്തിന്റെ അനുവാദം നിങ്ങൾക്ക് വേണ്ട. ഇന്ന് തന്നെ വനം മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, RRT ശക്തിപ്പെടുത്തും. ഇത് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാ. ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം ശക്തിപ്പെടുത്തും. ഇതും നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ മയക്കുവെടി വെക്കുന്നത്, ഈ മയക്കുവെടി വെക്കാനൊന്നും വേറെ അനുവാദമൊന്നും വേണ്ടല്ലോ, ഇവർക്ക് തന്നെ തീരുമാനിക്കാവുന്നല്ലേ? ആ കാട്ടുപോത്ത് അവിടെ അത്രയും ദിവസങ്ങളായിട്ട് ശല്യം ചെയ്തിട്ടും നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടും അതൊന്നും നടപടി സ്വീകരിക്കാതെ ആളുകൾ മരണപ്പെടുമ്പോൾ അവരുടെ മൃതദേഹം തട്ടിയെടുത്ത് അതിൽ വിജയം കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിലുള്ളപ്പോൾ, ആഭ്യന്തര വകുപ്പ് കേരളത്തിലുള്ളപ്പോൾ ഞങ്ങൾ നടത്തുന്ന പ്രതിഷേധത്തെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പറഞ്ഞ് നിങ്ങൾ വില കുറച്ച് കാണല്ലേ? ഞങ്ങൾ നടത്തിയ പ്രതിഷേധം പൊതുജനങ്ങളുടെ പ്രതിഷേധമാണ്. അതിന് നേതൃത്വ നിരയിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ UDFന്റെ നേതാക്കന്മാരോ ആരും ആയിക്കൊള്ളട്ടെ, പക്ഷെ അവിടെ പങ്കെടുക്കുക മുഴുവൻ ആളുകളും കോൺഗ്രസ്സുകാരാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ആ മരണപ്പെട്ട ഇന്ദിരാമ്മ ഉൾപ്പെടെയുള്ള ആളുകളുടെ അവരുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ആ പ്രദേശത്ത് വന്നുകൂടിയ ആളുകൾ, ഇന്നലെ കോതമംഗലം നഗരത്തിൽ വന്നുകൂടിയ ആളുകൾ മുഴുവൻ കോൺഗ്രസ്സുകാരാണോ? ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്കും വോട്ട് ചെയ്ത ആളുകൾ ആ മനുഷ്യന്മാർ അതിലില്ലേ? അപ്പൊ നിങ്ങൾ അങ്ങനെ അതിനെ മോശമാക്കി പറയല്ലേ? പിന്നെ പ്രതിഷേധം നടത്താൻ, ഈ രാജ്യത്ത് പ്രതിഷേധം നടത്താനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സംഘടന തന്നെയാണ് കോൺഗ്രസ്. നിങ്ങൾ പ്രതിഷേധം നടത്തിയിട്ടില്ലേ? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഇലക്ഷന്റെ സമയത്ത് കാട്ടുമൃഗങ്ങൾ വന്ന് ആളുകളെ കൊല്ലണമെന്ന്? ഇനി നിങ്ങൾ പറയോ കേന്ദ്ര സർക്കാരാണ് കാട്ടുമൃഗങ്ങളെ ഇറക്കി വിടുന്നെന്ന്? അല്ലെങ്കിൽ UDFന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അമേരിക്കൻ സർക്കാരിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് പിണറായി സർക്കാരിനെ തകർക്കാൻ വേണ്ടിയിട്ട് കാട്ടുജന്തുക്കളെ നാട്ടിലേക്ക് പറഞ്ഞു വിടുന്നെന്ന്? അങ്ങനെ ഒന്നും പറയല്ലേ. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന രോഷപ്രകടനത്തെ, പ്രതിഷേധത്തെ അതിനെ അടിച്ചമർത്തുകയല്ല ചെയ്യണ്ടേ, അതിനെ ലാത്തി ഉപയോഗിച്ച് അല്ല ചെയ്യണ്ടേ, അതിന് സംയമനത്തോടുകൂടി ആളുകളുമായിട്ട് സംസാരിച്ച് അതിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് തീർക്കാമായിരുന്നല്ലോ. അതൊന്നും ചെയ്യാതെ ആ മൃതദേഹം നിങ്ങൾ തട്ടിയെടുത്തുകൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥരുടെ എന്ത് ആഗ്രഹത്തിനാ? ന്യായ യാത്ര നിർത്തിവെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അവിടെ നിന്ന് വരാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് അവിടെ നിന്ന് വരാൻ തോന്നിയല്ലോ. രാഹുൽ ഗാന്ധിക്ക് അവിടെ നിന്ന് വരാൻ തോന്നിയതിന്റെ പേര് മനുഷ്യത്വം എന്ന. കേരളത്തിന്റെ മുഖ്യമന്ത്രി മരപ്പട്ടി മൂത്രം തടയാൻ പോയി ഇരിക്കുകയില്ലായിരുന്നോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ത് ചെയ്തു? ഇന്നലെ ഇന്ദിരാമ്മയുടെ മരണം നടന്നല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെയാ? ഈ നിമിഷം വരെ കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ആദ്യം അദ്ദേഹത്തോട് ചോദിക്കൂ. കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ പ്രതിനിധി, പാർട്ടിയുടെ പ്രതിനിധി വന്ന് ചോദിക്കുക രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു എന്ന്. രാഹുൽ ഗാന്ധി ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ കോൺഗ്രസിന് നിങ്ങൾ അധികാരം തരണം അല്ലേ? നിങ്ങളെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു വന്നപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ലാതാക്കില്ല എന്ന് പറഞ്ഞോ? അതൊരു കണ്ടീഷൻ അപ്ലൈ ആയിട്ട് നിങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങളെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ കർഷകരുടെ മലയോര ജനതയുടെ ആശങ്ക പരിഹരിക്കലും കൂടി നിങ്ങളുടെ ഉത്തരവാദിത്തം. അത് നിങ്ങൾ ചെയ്തോ? അത് നിങ്ങൾ ചെയ്യാതെ പത്രം വായിച്ചു നോക്കാൻ. ഞാൻ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം വട്ടപൂജ്യം ഒന്നുമില്ല, ഞാൻ പരിശോധിച്ചു. ഒന്നും കഴിഞ്ഞ 4.25 വർഷമായി കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് ഞാൻ താങ്കളോട് ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചിട്ടില്ല. താങ്കൾക്ക് അല്ലല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. താങ്കൾക്ക് ഹിന്ദി മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇനി പൂർത്തിയാക്കാൻ പോകുന്ന കാര്യം എന്താ പറയുക? കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് 55,000 ചില്ലാനും വന്യജീവി അക്രമങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. 7,500ഓളം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. 912 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? ഈ വർഷം തന്നെ 10ഓളം ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
അതിൽ 6500 ആളുകൾക്ക് വേണ്ടത്ര ധനസഹായമോ മറ്റ് ആശ്വാസ ധനമോ ഒന്നും നൽകാൻ ഈ സർക്കാർ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അത് മറ്റു ആളുകളുടെ കുഴപ്പമാണെന്ന് പറയുന്ന ആ ശൈലി വേണ്ട. അത് നരേന്ദ്രമോദിയുടെ ശൈലിയാ. നിങ്ങൾ ഈ 8 വർഷക്കാലമായിട്ട് നിങ്ങൾ എന്ത് കേരളത്തിലെ മലയോര ജനതയ്ക്ക് വേണ്ടി ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ പറയണം. ശ്രമങ്ങൾ നടത്തുമെന്നല്ല, എന്ത് ശ്രമങ്ങൾ നിങ്ങൾ നടത്തി അത് പറയണ്ടേ? ഇന്ന് മന്ത്രി പറയാണ് RRT ശക്തിപ്പെടുത്തുമെന്ന്. ഒരാഴ്ച മുമ്പും പറഞ്ഞു RRT ശക്തിപ്പെടുത്തുമെന്ന്, അതിനു മുമ്പും പറഞ്ഞു RRT ശക്തിപ്പെടുത്തുമെന്ന്. ഇങ്ങനെ നിരന്തരം ശക്തിപ്പെടുത്തിയിട്ട് എന്താ അരുൺകുമാർ RRT ശക്തിപ്പെടാത്തത്? ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം എന്തുകൊണ്ടാണ് നടക്കാത്തത്? അതിന്റെ ഉത്തരവാദികൾ ആരാ? കേന്ദ്ര സർക്കാരോ കോൺഗ്രസ് അല്ല. നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്യണം. നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ട് ഈ മരണപ്പെട്ട ആളുകളുടെ മൃതദേഹം തട്ടിയെടുക്കാൻ ആർജവം കാണിക്കുന്ന സർക്കാർ പ്രതിനിധികൾ, അവരോട് നീതി പുലർത്താനുള്ള മാന്യതയെങ്കിലും കാണിക്കണം. ഈ നിയമത്തിന്റെ ഞങ്ങൾക്ക് കുറെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നേ. ഞങ്ങൾ കുറെ മോശപ്പെട്ട ആളുകളാണ് അരുൺകുമാരെ, ഞങ്ങൾ കുറെ കഴിവില്ലാത്ത ആളുകൾ, മോശപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി വന്ന ആളുകളാണ്. നിങ്ങൾ ഇനിയും കോൺഗ്രസിനെ കുറ്റം പറയില്ലേ? നിങ്ങൾ ഇനിയും കോൺഗ്രസിനെ കുറ്റം പറയില്ലേ? 10 വർഷം ഭരിച്ചിട്ട് കോൺഗ്രസിനെ കുറ്റം പറയുന്ന നരേന്ദ്രമോദിയുടെ അതേ ശൈലി തന്നെ 8 വർഷം ഭരിച്ചിട്ടും വീണ്ടും കോൺഗ്രസിനെ കുറ്റം പറയുന്ന അരുൺകുമാറിന് നാണമില്ല. ഈ നിയമത്തിൽ റിലാക്സേഷൻ ഉണ്ടാക്കാൻ ഞങ്ങൾ പോകേണ്ടി വന്നാൽ പോകും. ഞങ്ങൾക്ക് കാര്യം ജനങ്ങളുടെ വിശ്വാസത്തിലാണ് മുതലെടുപ്പിന് വേണ്ടി പൊക്കോ. നിങ്ങൾ ജനങ്ങളുടെ കാര്യം പറയാം. നിങ്ങൾ ഇപ്പോൾ സംസാരിച്ചതാണ് രാഷ്ട്രീയം. നിങ്ങൾ ഇപ്പോൾ സംസാരിച്ചതാണ് കക്ഷി രാഷ്ട്രീയം. ഞങ്ങൾ ഈ നിമിഷം വരെ കോൺഗ്രസിന്റെയോ CPM-ന്റെ BJP-യുടെ കാര്യമല്ല പറഞ്ഞത്. കേരളത്തിലെ മലയോര വനാതിർത്തി മേഖലകളിലുള്ള ജനസമൂഹവും ഈ ന്യായങ്ങൾ കേൾക്കട്ടെ എന്ന് തന്നെ വിചാരിച്ച് ഇടപെടാതിരുന്നതാണ്. 1972 വനനിയമവും രാഹുൽ ഗാന്ധിയുമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന, കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന വന്യജീവി സംഘർഷത്തിന്റെയും വന്യജീവി ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നതിന്റെയും യഥാർത്ഥ കാരണം എന്ന് കേരളത്തിലെ ജനങ്ങൾ കേൾക്കട്ടെ. ന്യായമാണ്. അതെ, അവർ 18 MP-മാരും അതുകൂടിയാണ് ശ്രീ അരുൺകുമാറിന് പറയാനുള്ളത്. ശ്രീ അരുൺകുമാർ, അപ്പോൾ നിങ്ങൾ നാളെ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ കേരളത്തിലെ ജനങ്ങൾ ഇനിയും നാളെയും, ഇപ്പോൾ കക്കയത്ത് ഒരു കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കാനാണ് ഉത്തരവ്. വേറെയും കാട്ടുപോത്തുകൾ ആ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടികളൊക്കെ നടന്നു പോന്നിരുന്നതും. നിങ്ങൾ എന്ത് ചെയ്യാനാണ് പോകുന്നത്? രാഹുൽ ഗാന്ധിയോട് ചോദിക്കും, 18 MP-മാരോട് ചോദിക്കും. 1972 വനനിയമം മാറ്റുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് കേരളത്തിലെ മനുഷ്യരോട് ആവശ്യപ്പെടും.